എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഓഫ് റോഡ് റൈഡ് പിടിച്ചാലോ? നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിൽ അഡ്രിനാലിൻ റഷൊക്കെ തരുന്ന നല്ല കിടിലൻ ഒരു ഓഫ് റോഡിംഗ് സ്പോട്ടുണ്ട്. ഒട്ടുമിക്ക ബൈക്ക് റൈഡേഴ്സിനും ഈ സ്പോട്ടിനെ കുറിച്ച് അറിയായിരിക്കും. ഇതാണ് നമ്മുടെ മുണ്ടക്കയത്തിനടുത്തുള്ള ഉറുമ്പിക്കര. ഇവിടത്തേക്കുള്ള ഒരു ത്രില്ലിംഗ് ഓഫ് റോഡ് റൈഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. ഉറുമ്പിക്കര ടോപ്പിലേക്ക് പോകുവാനായിട്ട് ശരിക്കും 2-3 റൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മുണ്ടക്കയത്ത് ചെന്നിട്ട് അവിടുന്ന് കൂട്ടിക്കൽ ചെന്നിട്ട് അവിടുന്ന് പാപ്പാനി വെള്ളച്ചാട്ടമൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു റൂട്ടിലാണ്. അപ്പോൾ നമ്മൾ പാപ്പാനി വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് മുന്നോട്ട് പോകുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിക്കരയുടെ ടോപ്പിലെത്താം. പിന്നെയുള്ളൊരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏലപ്പാറ വന്നിട്ട് അവിടുന്ന് ഒരു റൂട്ടുണ്ട്. ഈ ഒരു റൂട്ടൊക്കെ നല്ല മോശം ഓഫ് റോഡുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള ആ റൂട്ടിൽ തന്നെയാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് കൂട്ടിക്കൽ. ഈ 2018 പ്രളയമൊക്കെ വന്നപ്പം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മുങ്ങിപ്പോയതായിരുന്നു. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെയൊക്കെ മുകളിലൂടെ കയറിയായിരുന്നു അന്നൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇനി ഇവിടെ നിന്നൊക്കെ വഴി തെറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നേരെ ഉറുമ്പിക്കര ടോപ്പ് നടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമുക്ക് കറക്റ്റ് റൂട്ട് കാണിച്ചു തരും. അപ്പം പോയി കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ വീതി കുറഞ്ഞ വഴികളൊക്കെയാണുള്ളത്. ഇങ്ങോട്ടേക്ക് പോകുവാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു 4x4 ജീപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. കാര്യം ഇങ്ങോട്ട് വരുന്ന വഴി അത്രയ്ക്ക് മോശമാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഈ കോൺക്രീറ്റ് റോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ യഥാർത്ഥ ട്രാക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ മുതൽ ഇനി അങ്ങോട്ട് നല്ല എക്സ്ട്രീം ലെവലിലുള്ള ഓഫ് റോഡ് തന്നെയാണ് മുന്നോട്ടേക്കുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരുവിധം നോർമൽ ആയിട്ടുള്ള വഴിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ചെല്ലും തോറും വഴി ഭയങ്കര മോശമായിട്ടാണ് വരുന്നത്. ഏതായാലും ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ണൻചേട്ടൻ്റെ സ്വന്തം എക്സ്പൾസ് 200 4V ആണ്. ഇതൊക്കെ എന്തായാലും പുട്ടുപോലെ കയറ്റം കയറിക്കോളും. നമ്മളേതായാലും ഇതുവരെ പില്ലിനെ പുറകെ വെച്ചുകൊണ്ടാണ് ഇവിടെ വരെ വന്നത്. ഇനിയിപ്പം മുന്നോട്ടേക്ക് ഏതായാലും പുറകിൽ ആളെ വെച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നപ്പോൾ തന്നെ അരുവിയുടെ സൗണ്ടും ചീവീടിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു കാടിനുള്ളിൽ കയറിയിട്ടുള്ളൊരു പ്രതീതിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും വിജനമായിട്ടുള്ളൊരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വരാതെ മിനിമം ഒരു 2-3 വണ്ടിയൊക്കെ ഒരു ഗ്യാങ് ആയിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ജീപ്പൊക്കെ ആയിട്ട് വരുന്നവർ ടോ ചെയ്യാനൊക്കെ പാകത്തിന് വേറൊരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള യാത്ര കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ പണി കിട്ടി. വണ്ടി ഒരു പാറയുടെ മുകളിൽ കയറിയിട്ട് മറിഞ്ഞു. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എത്ര സ്കിൽഫുൾ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാൽ പോലും മിനിമം ഒരു തവണയെങ്കിലും മറിഞ്ഞു വീഴാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. ഇന്നേതായാലും സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ വേറെ കുറേ ഓഫ് റോഡ് റൈഡേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ബൈക്കിലും കുറച്ച് പേര് ജീപ്പിലും ഒക്കെ ആയിട്ട് എന്തായാലും ഈ ട്രാക്ക് നിറച്ച് ആൾക്കാരുണ്ട്. ഈ ഒരു ടീമൊക്കെ ശരിക്കും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പല സ്ഥലങ്ങളിലും വണ്ടി പിടിച്ച് കയറ്റുവാനായിട്ടും ഒക്കെ ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. ശരിക്കും ട്രാക്കിൽ ഒരുപാട് വണ്ടികളുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കൂടെ മാത്രമേ നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സൈഡിൽ കൂടെ നമുക്ക് വഴിയുണ്ടെങ്കിലും അതിലൂടെയൊക്കെ പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ പൾസർ 220 ഒക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് കയറി വന്നിട്ടുണ്ട്. അന്ന് കുറച്ചൊക്കെ അടിയൊക്കെ പറഞ്ഞെങ്കിലും വലിയ പരിക്കില്ലാതൊക്കെ പോകാൻ പറ്റി. പക്ഷേ ഇപ്പം ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡേഴ്സൊക്കെ ഒരുപാട് വന്ന് കംപ്ലീറ്റ് ഡാമേജ് ആയി കിടക്കുന്ന റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്പൾസ് കൊണ്ട് വന്നപ്പം ഒരുവിധം ഈസി ആയിട്ട് തന്നെ മിക്ക റൂട്ടുകളിലൂടെയും കയറി പോരുവാനായിട്ട് പറ്റി. ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ആൾക്കാർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റേണ്ടി വന്നത്. ബാക്കി റൂട്ടുകളൊക്കെ ഈ എക്സ്പൾസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കയറി പോരും. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ എക്സ്പൾസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു റൂട്ടിൽ ശരിക്കും എക്സ്പൾസും ഹിമാലയനും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്.
ഹിമാലയൻ പക്ഷേ പൊതുവേ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് തന്നെ സാധാരണ ഹൈറ്റും നോർമൽ വെയിറ്റൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഹിമാലയൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഇത് ഒരു 1.5 മുതൽ തന്നെയാണ്. മുകളിലേക്ക് വരുംതോറും കാലാവസ്ഥയൊക്കെ മാറി ചെറിയ രീതിയിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പയ്യെ 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 ഒന്നായി. നോർമൽ സമയത്ത് പോലും ഈ റോഡിലൂടെ കയറി പോകാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ല. റോഡ് ഫുള്ള് കംപ്ലീറ്റ് ചെളിയും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് സ്ലിപ്പായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നെ മുകളിലേക്ക്. അതുകൊണ്ട് തന്നെ ബാക്കി നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ചലഞ്ചിങ് ആയിരുന്നു. ഈ ഫ്രണ്ടിൽ പോകുന്ന ജീപ്പ് കണ്ടോ, ഇത് നമ്മുടെ കൂടെ പണ്ട് കോളേജ് പഠിച്ചൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ഇവരെ കണ്ടുമുട്ടിയത്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഈ ഒരു ഗ്യാങ് ശരിക്കും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പല സ്ഥലങ്ങളിലും നമ്മൾ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വണ്ടികളെ മുകളിൽ കയറ്റിയിട്ട് നമ്മൾ പോകുള്ളൂ എന്നുള്ള ആ ഒരു ചലഞ്ചിലായിരുന്നു ഈ വന്ന ആൾക്കാർ മൊത്തത്തിൽ. അപ്പം ഇവർ തന്നൊരു സപ്പോർട്ട് നമുക്ക് ശരിക്കും മറക്കാൻ പറ്റത്തില്ല. എനിവേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബിഗ് താങ്ക്സ് ബ്രോ. നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു ട്രാക്കാണ് ഇതിനകത്തെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പുട്ടുപോലെ കയറി പോകുന്നേ ഉള്ളൂ. ഇവിടെ ഒരു അമ്പലമുണ്ട് ശരിക്കും. അപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഇവിടെ ഉത്സവം വന്ന സമയത്ത് ഈ വഴിയൊക്കെ മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റപ്പ് ആക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്ത് ഓഫ് റോഡേഴ്സൊക്കെ വന്ന് വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട് ആ വഴിയൊക്കെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഫോർട്ടൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ കയറി വരുമ്പോൾ കിട്ടുന്ന കാഴ്ചകളും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പിക്കര വേറൊരു ലോകം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ റൈഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു പാരഡൈസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഉറുമ്പിക്കര ഹിൽ ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് എത്ര തവണ വന്നെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാജിക്ക് ഈ ഒരു സ്ഥലത്തിനുണ്ട്. എത്ര തവണ കണ്ടാലും മടുക്കാത്ത കാഴ്ചകളും അങ്ങനത്തെ ഒരു ക്ലൈമറ്റുമാണ് ഈ ഒരു ഏരിയ മൊത്തം. ഈ ഒരു സ്ഥലത്തിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് പോലും ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. മുകളിലേക്ക് കയറി പോകുന്നതിനേക്കാളും കുറച്ച് ടാസ്ക്കാണ് താഴേക്ക് ഇറങ്ങി വരുവാനായിട്ട്. ഞാൻ ഈ സൈഡ് വെക്കാം. നിൽക്കേ ആ പോട്ടെ.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.